റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ എതിർക്കുന്നവർ ഇപ്പോൾ പിന്നാമ്പുറത്താണ്. അതായത് അവർ മുഖം കാണിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റോഷിപാൽ. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിരുദ്ധാഭിപ്രായവുമായി, അതായത് വേട്ടക്കാരനൊപ്പം നിന്ന ഒരുപാട് പേർ തുറന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കോടതിയിലേക്ക് പോയ ഈ പറയുന്ന ഒരു നിർമ്മാതാവ് എന്നത് ഒഴിച്ചാൽ വേറെ ഒരു പേരുകളും നമ്മൾ ആ രൂപത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ പുറത്തുനിന്നും ചരട് വലിക്കുന്നു, പിന്നാമ്പുറത്തു നിന്നും ചരട് വലിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഇക്കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ മാസം 24-നാണ് ആദ്യമായി 233 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗികമായ ഭാഗം പുറത്തുവിടാൻ സംസ്കാര വകുപ്പ് തീരുമാനിച്ചത്. അന്ന് 3 മണിക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർ കാത്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കുമെന്ന്. അവിടെയാണ് ഈ സജിമോൻ പാറയിൽ എന്ന സിനിമാ നിർമ്മാതാവ് കോടതിയെ സമീപിക്കുന്നത്, സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. പക്ഷേ ഈ സിംഗിൾ ബെഞ്ചിൽ വാദം നടന്നു ഏതാണ്ട് ഒരു 10, 15, 20 ദിവസത്തോളം വാദം നീണ്ടു നിന്നു. തീരുമാനം വരാൻ 20 ദിവസമെടുത്തു. ആ ദിവസങ്ങളിലൊന്നും നടി രഞ്ജിനി ഈ കോടതിയെ സിംഗിൾ ബെഞ്ചിൽ സമീപിച്ചില്ല, ഈ കേസിൽ കക്ഷി ചേർന്നില്ല. ഇവർ ഈ വാദങ്ങൾ കാത്തിരുന്നു, അത് കേട്ടു. WCC അടക്കം ഇതിൽ കക്ഷി ചേർന്നിരുന്നു. WCCയുടെ ഭാഗമാണ് നടി രഞ്ജിനി. എന്നിട്ടും ഹൈക്കോടതി വിധി വന്ന് അപ്പീൽ പോകാനുള്ള സമയത്ത് ഈ WCC, നടി രഞ്ജിനി പ്രതിനിധീകരിക്കുന്ന WCC പോലും തയ്യാറായിട്ടില്ല. സജിമോൻ പാറയിൽ തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിൽ ഈ പകർപ്പ് ഇന്നത്തെ ദിവസം 17-ന് പുറത്ത് വിടും, അതിന്റെ പകർപ്പ് നൽകാമെന്ന് രേഖാമൂലം ഇന്നലെ വൈകിട്ടാണ് സംസ്കാര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസ് എന്നെ അറിയിക്കുന്നത്, ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്നത്. അതുവരെ കാത്തിരുന്നു. ഏതാണ്ട് വൈകിട്ടോടെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അവിടെ ഒരു സ്റ്റേ വാങ്ങാനുള്ള ശ്രമം നടി രഞ്ജിനിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തിങ്കളാഴ്ച ഈ ഹർജി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ഏതായാലും അതിൽ നിയമപരമായ പോരാട്ടം നടി രഞ്ജിനി തുടരുമെന്ന് റിപ്പോർട്ടർ ടിവിയോട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പക്ഷേ വിവരങ്ങൾ ഉണ്ടാകില്ല, വ്യക്തിഗതമായ വിവരങ്ങൾ ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞാൽ, പ്രത്യേകിച്ച് പരാതിക്കാരിയുടെ ഒരു തരത്തിലും പേര് പുറത്തുവിടാൻ ആർക്കും അധികാരമില്ല. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നതോടെ തന്നെ അവിടെ എന്തിനാണ് പരാതിക്കാരിയാണെങ്കിൽ നടി രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ഭയപ്പെടുന്നത് എന്ന ഒരു സുപ്രധാനമായ ചോദ്യം ഇപ്പോഴും പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഏതായാലും സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ ആരെ ഭയപ്പെട്ടിട്ടാണ് ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അന്ന് 24-ന്, കഴിഞ്ഞ മാസം 24-ന് ഞാനും TV പ്രസാദ് അടക്കമുള്ള റിപ്പോർട്ടർ മാധ്യമ സംഘമാണ് ഇന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് തേടി അവിടെ എത്തിയത്. പക്ഷേ ആ നിലപാട് മാറ്റുന്നു. ഇപ്പോഴും നമ്മൾ റിപ്പോർട്ടർ സംഘം ഈ കാര്യത്തിൽ പോരാട്ടം. ഇതിലിപ്പോ റോഷി, നമുക്ക് തോന്നിയത് ഇപ്പൊ നിലവിൽ ഒരു സ്റ്റേയും ഇല്ല, ഹൈക്കോടതി ഇടപെടലില്ല, ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് പുറത്തുവിടുകയും ചെയ്യാം. ഈ ഒരു ഘട്ടത്തിലല്ലേ നമ്മൾ വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കുന്നത് അല്ലേ? നിലവിൽ എന്താ വെച്ചാൽ ഇത്ര കാലം പൂഴ്ത്തിവെച്ചു, 4.5 വർഷത്തോളം പൂഴ്ത്തിവെച്ചു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും മാസം 1.5 കഴിഞ്ഞു. നിലവിൽ ഹൈക്കോടതി സ്റ്റേ ഇല്ല, നിയമപരമായ ഒരു തടസ്സമില്ല. പിന്നെ വിവരാവകാശ കമ്മീഷൻ എന്തിനു ഉത്തരവിട്ടു എന്ന ചോദ്യം ഉയരുന്ന ഒരു സാഹചര്യത്തിലല്ലേ പ്രധാനമായും നമ്മൾ സമീപിച്ചതല്ലേ? അതിൽ പ്രസാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5-ാം തീയതി, അത് ജൂൺ 5-നാണ് വിവരാവകാശ കമ്മീഷൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കിയത്. ആ ഉത്തരവ് പുറത്തിറക്കി അതിൽ കൃത്യമായി പറയുന്നു ഏതൊക്കെ പാരഗ്രാഫുകൾ ഒഴിവാക്കണം, വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി ഒഴിവാക്കണമെന്ന് പരാമർശിച്ചുള്ള ആ ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പുറത്തിറക്കി. അത് സാംസ്കാരിക വകുപ്പ് അതിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ ഉത്തരവ് നിലവിൽ നിൽക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മറ്റൊരു ഉത്തരവ്, ഒരാഴ്ചക്കകം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന മറ്റൊരു ഉത്തരവ്. ഏതായാലും ഇന്ന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഞാൻ ഉൾപ്പെടെ അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകർ കൈമാറും എന്ന് ഈ സാംസ്കാരിക വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും അറിയിച്ചിട്ടുണ്ട്. അത് കൈമാറിയതിനു ശേഷം ആ കാര്യം ഔദ്യോഗികമായി രേഖാമൂലം വിവരാവകാശ കമ്മീഷനെ അറിയിക്കാനാണ് ഉത്തരവിൽ പറഞ്ഞത്. ഇന്ന് വൈകിട്ടിനകം തന്നെ റിപ്പോർട്ട് എനിക്കടക്കം നൽകിയതിനു ശേഷം സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്കകം തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഓഫീസിൽ എത്തേണ്ടതാണ്. പക്ഷേ അതിനു മുമ്പ് 8:32 രാവിലെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തിരക്കിട്ട് സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന് തീരുമാനിക്കുന്നു. ആ വിവരം ഞാൻ ഉൾപ്പെടെയുള്ള പണമടച്ച അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്നു. ഇത് കൃത്യമായും ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പറയാതെ വയ്യ. കാരണം RTI നിയമം 2005-ലെ വിവരാവകാശ നിയമം അനുസരിച്ചാണ് ഞാൻ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിൽ എനിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകാമെന്ന് സാംസ്കാരിക വകുപ്പ് ഉറപ്പ് നൽകിയതാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പിന് മുന്നിൽ ഒരു നിയമ തടസ്സവുമില്ല. പക്ഷേ
ഇതിനകത്ത് സ്മൃതി നമുക്ക് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്നതും ഇപ്പോൾ റോഷിപ്പാലിന് തന്നെയാണ്. കാരണം ഇങ്ങനെ ഇത് പുറത്തു വിടാത്ത സാഹചര്യത്തിൽ അപൂർവം ചില മാധ്യമപ്രവർത്തകരിൽ ഒരാളായ റോഷിപ്പാൽ നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. റോഷിപ്പാൽ മാത്രമാണ് നിലവിൽ സമീപിച്ചിരിക്കുന്നത്. അതിൽ വിവരാവകാശ കമ്മീഷണർ എന്താണ് റോഷിപ്പാലിനോട് സംസാരിച്ചത് എന്നതുകൂടി, അത് ഏറ്റവും രഹസ്യമായ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് റോഷിയിൽ നിന്ന് അറിയാം എന്ന് തോന്നുന്നു. നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷൻ റോഷിയോട് ഏതാണ്ട് അരമണിക്കൂർ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നത് സംസാരിച്ചത് റോഷി? ഇതിൽ പ്രസാദ്, സ്മൃതി, ഒന്ന് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ബോഡിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് ആശയവിനിമയം നടത്തുന്നതിന് വലിയ പരിമിതിയുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നേരിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് അനുവദിച്ചത്. കാരണം വിവരാവകാശ കമ്മീഷൻ നൽകിയ ഒരു ഉത്തരവ് അത് നടപ്പിലാകാതിരിക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ചട്ടങ്ങൾ തന്നെ വിലകൽപ്പിക്കാതിരിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം കുറയുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അത് മനസ്സിലാക്കിയാണ് വിവരാവകാശ കമ്മീഷൻ എൻ്റെ പരാതി സ്വീകരിക്കുന്നത്. ആ പരാതി സ്വീകരിച്ചു. സാഹചര്യങ്ങൾ ഒന്നൊന്നായി എപ്പോഴാണ് ഇതിനെ സമീപിക്കുന്നത് സംസ്കാര വകുപ്പിനെ, അതിൻ്റെ സാഹചര്യം, ഞാൻ എൻ്റെ വാദം പൂർണ്ണമായും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേട്ടു. ആ വാദം മുഴുവൻ കേട്ടു. ഞാൻ ഉയർത്തിയ വാദങ്ങൾ അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അപ്പോൾ തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പിൽ നിന്നും വിശദീകരണം തേടാനുള്ള തീരുമാനമെടുക്കുകയും. റോഷി പരാതി കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിരുന്നല്ലോ, ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് അതിൽ എഴുതുന്നത്, അതായത് സർക്കാരിനുള്ള നിർദ്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ അത് എന്താണ്? സാംസ്കാരിക വകുപ്പിനോട് വിശദീകരണം തേടിയുള്ള കുറിപ്പാണ് ഈ പകർപ്പ് കൈപ്പറ്റി എൻ്റെ വിശദീകരണം തേടിയതിനു ശേഷം എൻ്റെ പരാതിയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കുറിച്ചത്. കാരണം ഇതിൽ ഒരു ന്യായവുമില്ല എന്ന നമ്മൾ ഉയർത്തുന്ന വാദം, ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ നിലവിൽ നിയമ തടസ്സങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അത് പൂഴ്ത്തിവെക്കാൻ ഒരു ന്യായവും സർക്കാരിന് മുന്നില്ല, സംസ്കാര വകുപ്പിന് മുന്നിലില്ല എന്ന ബോധ്യത്തോടെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ഉയർത്തുന്ന വാദങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര റിപ്പോർട്ടാണ്, സാധാരണ റിപ്പോർട്ടല്ല, അടിയന്തരമായി സാംസ്കാരിക വകുപ്പ് എന്തുകൊണ്ട് എനിക്ക് റിപ്പോർട്ടർ ടിവിയുടെ പ്രതിനിധിയായ എനിക്ക് എന്തുകൊണ്ട് ഈ പകർപ്പ് കൈമാറുന്നില്ല എന്ന് വിശദീകരണം സാംസ്കാരിക പ്രസാദ് നമുക്ക് ഇതിൽ അറിയേണ്ടത് സാംസ്കാരിക വകുപ്പിന്റെ ആത്മാർത്ഥത തന്നെയാണ്. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വലിയ താല്പര്യമില്ല റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ എന്ന സൂചന നൽകുന്നതായിരുന്നു. മാത്രമല്ല സാംസ്കാരിക വകുപ്പിനെയാണല്ലോ ഇപ്പോൾ റോഷിപാൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആദ്യം സമീപിച്ചത്. പലതവണയായി അത് തടസ്സപ്പെടുത്തുന്നു, നൽകാതിരിക്കുന്നു. എന്തിന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും നൽകുന്നതിൽ ആദ്യം സർക്കാർ മടി കാണിക്കുകയായിരുന്നു. ഇപ്പോൾ ഓരോ തടസ്സങ്ങൾ വരുന്നത് ഒരു അനുഗ്രഹമായി സർക്കാരിന് മാറുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രസാദിനും റോഷിപാലിനും അത്തരം അനുഭവം നേരിട്ട് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും അത്തരം തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്ത് ആണ് തടസ്സം? ഇതിൽ ഞെട്ടിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നും ഇപ്പോൾ ആളുടെ പേരും വിവരവും സന്ദർഭവും പറഞ്ഞില്ലെങ്കിൽ കൂടി ആളെ തിരിച്ചറിഞ്ഞ വിധത്തിലുള്ള വിവരങ്ങളുണ്ട് എന്നുമൊക്കെയുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതാണോ ഇതിന് തടസ്സം? മാത്രമല്ല പണമടക്കം വാഗ്ദാനം ചെയ്യപ്പെടുന്നു, വലിയ രൂപത്തിൽ സമ്മർദ്ദം ഉണ്ട് സർക്കാരിന് മേൽ എന്നുള്ള സൂചനകൾ വരുന്നു. എന്താണ് പ്രസാദിനും റോഷിപാലിനും അറിയാനാകുന്നത്? സ്മൃതി പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇത് പുറത്തു വരാതിരിക്കണം എന്നുള്ള ആഗ്രഹം സിനിമാ മേഖലയിലുള്ള പ്രമുഖർക്ക് മാത്രമല്ല പല തലങ്ങളിലും ഇത് വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് കമ്മീഷനുകൾക്കില്ലാത്ത, മറ്റ് കമ്മിറ്റി റിപ്പോർട്ടുകൾക്കില്ലാത്ത ഒരു പ്രാധാന്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഉണ്ടാകുന്നത്? മറ്റെല്ലാം സർക്കാരിൻ്റെ പണം കൊടുത്ത് ഓരോ ഹൈക്കോടതി വിരമിച്ച ജഡ്ജിമാരൊക്കെ പഠിക്കുന്നു, അത് കൃത്യമായി അടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയമസഭയിൽ നമുക്കത് മാധ്യമപ്രവർത്തകർക്ക് കൈമാറുന്നു. അതിൽ വേറെ തടസ്സമില്ല, അതിൽ വിവരാവകാശ അപേക്ഷയുടെ ആവശ്യം പോലുമില്ല. അങ്ങനെ ഇരിക്കെയാണ് സിനിമയിലെ പ്രമുഖർക്കെതിരായ ഒരുപാട് വിവരങ്ങൾ ഉണ്ടെന്ന് എല്ലാവരും സംശയിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം കോൾഡ് ഫ്രീസറിലേക്ക് എന്തിനു മാറുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സാധാരണ മനുഷ്യന് കിട്ടാത്ത എന്ത് അധികാരമാണ് സമൂഹത്തിലെ പ്രമുഖരെന്നവർ വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? എന്തിനാണ് അങ്ങനെ പോകുന്നത്? തീർന്നില്ല സ്മൃതി. ഏതാണ്ട് 4 വർഷത്തിലധികം ഇത് പുറത്തു വിടേണ്ടതില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു. അതെന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോഴും തുടരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ നിമിഷത്തിൽ ഇതാ ഈ 11:50 ആ റിപ്പോർട്ട് റോഷിപ്പാലിന് കൊടുക്കാൻ നിയമപരമായി ഒരു തടസ്സവുമില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. രഞ്ജിനിയുടെ ഹർജിയിൽ നിലവിൽ സ്റ്റേ ഇല്ല. പക്ഷെ എന്നിട്ടുമുള്ള തടസ്സമാണ് ഇന്ന് രാവിലെ 10:55
25-ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കണ്ട് റോഷിപ്പാൽ നേരിട്ട് പരാതി കൊടുത്ത് ചോദിച്ചത്. എനിക്കും സ്മൃതിക്കും റോഷിപ്പാലിനും നമുക്ക് എല്ലാവർക്കുമുള്ള സംശയം തന്നെയാണ് വിവരാവകാശ കമ്മീഷണറും റോഷിപ്പാലിനോട് പങ്കുവച്ചതും. ഒപ്പം സാംസ്കാരിക വകുപ്പിനോട് വിശദീകരണം തേടി അടിയന്തര ഇടപെടലിനുള്ള നിർദ്ദേശം കൊടുത്തതും. സ്മൃതി, ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഇപ്പോൾ നടക്കുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. കാരണം കോടതി പറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരവിട്ടിട്ട് കൂടി എന്തുകൊണ്ട് അതിൻ്റെ പകർപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ ഒളിച്ചുകളി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ചില സംശയങ്ങളിലേക്ക് പോകുന്നത്. ഇതിൽ പല ഇടപെടലുകളുമുണ്ട്. ഇത് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ഭൂരിപക്ഷം പേരുമെന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് തരുന്നില്ല? ഏത് കോടതിയാണ് ഇന്ന് സ്റ്റേ കൊടുത്തത്? ഏത് സംവിധാനമാണ് ഇത് കൊടുക്കരുത് എന്ന നിർദ്ദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്നത്? സർക്കാർ എടുക്കുന്ന തീരുമാനമാണ്. ആ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് 4.5 വർഷത്തിലധികം സർക്കാരിന്റെ പണം മുടക്കി കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന തോന്നിയവാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, അതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിൻ്റെ കണ്ടന്റ് എനിക്കും സ്മൃതിക്കും റോഷിപ്പാലിനും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാം. പല ഭാഗങ്ങളും നമ്മളത് വായിച്ചില്ലെങ്കിൽ പോലും അത് വായിച്ച പലരും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആ വിഷയങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പുറത്തേക്ക് വിടാത്തത്. ഞാനും റോഷിപ്പാലും അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതും ഈ പരിമിതി കൊണ്ട് തന്നെയാണ്. റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അതിലെ കണ്ടന്റ് ആധികാരികമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് വെക്കാൻ കഴിയൂ. ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു ഒളിച്ചുകളിയുണ്ട്. ഇത് നിഷ്പക്ഷമായ സർക്കാരിൻ്റെ ഒരു തീരുമാനമല്ല, സത്യസന്ധമായ നിഷ്കളങ്കമായ തീരുമാനമല്ല. ഇതിന്റെ പിറകിൽ ആരൊക്കെയോ ഉണ്ട് നമുക്ക് സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ സ്റ്റേ നീങ്ങിയ ഒരു റിപ്പോർട്ട് എന്തിനു പൂഴ്ത്തി എന്ന ചോദ്യത്തിലാണ് പ്രധാനമായും സർക്കാർ മറുപടി പറയേണ്ടത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ റോഷിപ്പാൽ നേരിട്ട് നൽകിയ പരാതിയിൽ ഇനി ആ പരാതിയുടെ നടപടി എങ്ങനെയായിരിക്കും? റോഷി, ഇതിൽ ഉണ്ടാകുന്ന ഒരു നടപടി, സർക്കാർ നടപടി എങ്ങനെയായിരിക്കും? ടി വി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് വിശദീകരണം തേടുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകില്ല എന്ന കാര്യം കൃത്യമായി വിശദീകരിക്കേണ്ടി വരും. കാരണം ഇന്ന് റിപ്പോർട്ട് ഞങ്ങൾ സ്മൃതി, എനിക്കും റോഷിക്കും കേൾക്കാം. ചോദിച്ചോളൂ സ്മൃതി. എനിക്കും തുടർന്നോട്ടെ റോഷിപ്പാൽ, തുടർന്നോട്ടെ. അതിനിടയ്ക്ക് ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് കരുതിയിരുന്നു. ഒന്നുകൂടി അതിലേക്ക് വന്നാൽ പോകും. പറഞ്ഞോളൂ. എങ്ങനെയായിരിക്കും റോഷി ഒന്ന് വിശദീകരിക്കുക? ഇതിൽ ഇനി ഒന്ന്, ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഞാൻ ഉൾപ്പെടെ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നൽകിയതിനു ശേഷം ഈ കാര്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ രേഖാമൂലം അറിയിക്കേണ്ട ബാധ്യത സാംസ്കാരിക വകുപ്പിനുണ്ട്. അത് ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ വിവരാവകാശ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ്. പക്ഷേ അത് മാറ്റുമ്പോൾ, ആ തീരുമാനം മാറ്റുമ്പോൾ അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല, ഓഫീസിനെ അറിയിച്ചില്ല. സ്വാഭാവികമാണ് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്, നിയമ തടസ്സം എന്താണെന്ന കാര്യം കൃത്യമായി അക്കമിട്ട് നിരത്തേണ്ടി വരും സാംസ്കാരിക വകുപ്പ്. അല്ലെങ്കിൽ അതിന്റെ നടപടി വിവരാവകാശ നിയമപ്രകാരമുള്ള ചട്ടങ്ങളനുസരിച്ചുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വാഭാവികമായും വിവരാവകാശ കമ്മീഷണർ എടുക്കും. അതിന് ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ, അത് ഇൻഫർമേഷൻ ഓഫീസർ, സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, സ്വാഭാവികമായി അതിന്റെ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അവർക്കെതിരെ കടുത്ത നടപടി സ്വാഭാവികമായും വിവരാവകാശ കമ്മീഷണർക്ക് എടുക്കേണ്ടി വരും. അതാണ് അതിന്റെ നിയമം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തോട് ഉത്തരം പറയേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം എന്തുകൊണ്ട് ഇരുട്ടുമുറിയിൽ 4.5 വർഷം പൂഴ്ത്തിവെച്ചു എന്നതാണ് പ്രധാന ചോദ്യം. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ ജുഡീഷ്യൽ പവറുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ ആരോപണങ്ങൾ ഉന്നയിക്കാം. ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇവിടെ പരാതി പറയുന്നവരുടെ പേര് അത് പുറത്തുവിടാൻ പാടില്ല എന്നത് നിയമമാണ്. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ടെന്ന കാര്യം സ്വകാര്യത സംരക്ഷിക്കുമെന്ന ഉറപ്പിന് ശേഷവും റിപ്പോർട്ട് പുറത്തു വിടുന്നതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും വിവരാവകാശ കമ്മീഷന്റെ നിർണായകമായ ഇടപെടലാണ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷൻ തേടിയിരിക്കുകയാണ്. അതിന്മേലുള്ള സർക്കാരിന്റെ മറുപടി എന്താകും എന്നാണ് നമുക്കിനി അറിയേണ്ടത്. വരും നിമിഷങ്ങളിൽ അത് അറിയാൻ സാധിക്കും.